നമസ്കാരം. വോട്ടർ ID കാർഡ് ഓൺലൈനിലൂടെ എങ്ങനെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യമായി ഗൂഗിളിൽ ECI എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. ഇവിടെ കാണുന്ന ഈ പുതിയ പേജിൽ ECI.gov.in എന്ന് കാണുന്ന ആദ്യത്തെ ലിങ്ക് സെലക്ട് ചെയ്തു കൊടുക്കുക. ഈ പുതിയ വിൻഡോയിൽ മുകളിലായി ലോഗിൻ, സൈൻ അപ്പ് എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാം. പുതിയതായി ഓപ്പൺ ചെയ്യുന്നവർ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിന് താഴെയായി മൊബൈൽ നമ്പരും ക്യാപ്ച കോഡും എൻ്റർ ചെയ്തു കൊടുത്ത് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഈ വെബ്സൈറ്റിൽ നേരത്തെ ലോഗിൻ ചെയ്തിട്ടുള്ളവർ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് താഴെയായി മൊബൈൽ നമ്പരും ക്യാപ്ച കോഡും എൻ്റർ ചെയ്തു കൊടുത്ത് റിക്വസ്റ്റ് OTP എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഒരു OTP റിസീവായി വരും. അതിവിടെ എൻ്റർ ചെയ്തു കൊടുത്ത് വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. വോട്ടർ ID ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഈ കാണുന്ന പുതിയ പേജിൽ എപ്പിക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുക. ഇവിടെ എപ്പിക് നമ്പർ, റെഫറൻസ് നമ്പർ എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാം. ഇതിൽ എപ്പിക് നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്തു കൊടുക്കുക. അതിന് താഴെയായി എപ്പിക് നമ്പർ അഥവാ വോട്ടർ ID നമ്പർ എൻ്റർ ചെയ്തു കൊടുത്ത് താഴെ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളിടത്ത് കേരള എന്ന് സെലക്ട് ചെയ്ത് താഴെ കാണുന്ന സെർച്ച് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ വോട്ടർ ID ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായി ഡിസ്പ്ലേ ആയി വരുന്നത് കാണാം. ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് താഴെ കാണുന്ന സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഒരു OTP റിസീവായി വരുന്നത് കാണാം. അതിവിടെ എൻ്റർ ചെയ്തു കൊടുത്ത് വെരിഫൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ OTP വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി എന്ന് കാണാം. അതിന് താഴെയായി കാണുന്ന ഡൗൺലോഡ് എപ്പിക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ PDF ഫോർമാറ്റിൽ വോട്ടർ ID ഡൗൺലോഡ് ആയി വരുന്നത് കാണാം. ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്.